ഹായ്, ഹിജാബ് വിഷുവിനെ പറ്റി എനിക്ക് ഒരു വിഷയവും കൂടെ പറയാനുണ്ട്. ഞാൻ കണ്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിക്കുകയാണ്, കേൾക്കാം. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ശിരോവസ്ത്ര വിലക്കുവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിന്റെ അഭിഭാഷകയായ വിമല ബിനുവിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഹൈക്കോർട്ട് അഭിഭാഷകനായ ആദർശ് ശിവദാസൻ. വിമല ബിനു എന്ന അഡ്വക്കേറ്റ് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. നമ്മുടെ കൂടെ അഡ്വക്കേറ്റ് ആദർശ് ശിവദാസൻ ചേരുകയാണ്. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനം എന്താണ്? നമ്മൾ ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു അഡ്വക്കേറ്റ് ആസ് ആൻ അഡ്വക്കേറ്റ് നമ്മളൊരു വക്കാലത്ത് എടുത്തു കഴിഞ്ഞാൽ, ആ കേസിന്റെ വക്കാലത്ത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ അഡ്വക്കേറ്റിനാണ്. അപ്പം ഏത് തരത്തിലുള്ള കേസായാലും അത് കോടതിയിൽ മാത്രമാണ് അതിന്റെ വാദങ്ങളും ഇപ്പോൾ ലോസ് നിയമം ഏത് തരത്തിലുള്ള എന്താണെങ്കിലും നമ്മൾ എക്സ്പ്രസ് അല്ലെങ്കിൽ പറയേണ്ടത്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ്, അതും ഇത്രയും വിവാദമായി നിൽക്കുന്ന ഈ ഒരു കേസിൽ ഇവർ പ്രസ് മീറ്റ് നടത്തുന്നു, ലൈവ് ചാനൽ ചർച്ചകളിൽ വരുന്നു. ഇതിലെല്ലാം വന്നിട്ട് കേസിന്റെ മെറിറ്റും ഡീമെറിറ്റ്സും ഒക്കെ പറയുകയാണ്. ഇത് ആ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ഭാരവാഹികളോ അല്ലെങ്കിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഏതെങ്കിലും ആളുകളോ പറയുകയാണെങ്കിൽ അതിൽ ഒരു വിഷയമില്ല. പക്ഷെ ഈ ഒരു അഡ്വക്കേറ്റ്, അതായത് കോടതിയിൽ ഹാജരാകും, അതും അതിനകത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കാണുന്നത്, ഈ കേസ് ഈ വെള്ളിയാഴ്ച 24-ാം തീയതി ഇനി അഡ്മിഷൻ വരത്തേ ഉള്ളൂ. അഡ്മിഷൻ വരാനിരിക്കുന്ന കേസിന്റെ മെറിറ്റിനെ കുറിച്ചിട്ടാണ് ഇവർ മീഡിയയ്ക്ക് ഡീറ്റെയിൽ പറയുന്നത്. അതായത് എന്തൊക്കെ അതിനകത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വന്ന അവർക്കെതിരെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. പിന്നെ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു അത് നിങ്ങളും കണ്ടു കാണുമല്ലോ. തീർച്ചയായിട്ടും മന്ത്രി ശിവൻകുട്ടിയെ ഈ ഒരു അഭിഭാഷക അതിര് കടക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രയോഗം നടത്തിയിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം പറഞ്ഞത് ഓക്കെ ആ ലെവലിൽ അല്ല ഞാൻ കാരണം ഒരു മന്ത്രി പറയപ്പോഴും അതിനും മറുപടിയൊന്നും പറയേണ്ടത് ഒരിക്കലും ഈ കൺസേൺഡ് അഡ്വക്കേറ്റ് അല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ മാനേജ്മെന്റിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവരത് മറുപടി പറയാൻ പാടില്ല അതിന്. കാരണം അത് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അത് മറ്റൊരു ലെവലിലോ ഒക്കെ മാറിപ്പോകുന്നതാണ്. ഇവർ അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അഡ്വക്കേറ്റ്, അതായത് വക്കാലത്ത് എടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അവർ കോടതിയിലാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത്. ഏത് തരത്തിലുള്ള വാദം ഉണ്ടെങ്കിലും അത് കോടതിയിലാണ്. അപ്പം ഇതിനു മുന്നേ സുപ്രീം കോടതിയുടെ ഒരു റൂളിങ്സ് തന്നെ ഉണ്ട്, RK ആനന്ദ് വേഴ്സസ് രജിസ്ട്രാർ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഈ കേസിൽ 2009 വളരെ ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളുടെ അഡ്വക്കേറ്റ്സ് ആക്ടിൽ ഞാൻ പറഞ്ഞില്ലേ, അഡ്വക്കേറ്റ്സ് ആക്ടിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ് 36 വളരെ സ്പെസിഫിക് ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രസ് മീറ്റിംഗ്സ്, പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സ്പ്രസ്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഈ കൺസെന്റ് ആയിട്ടുള്ള ഈ അഭിഭാഷകരാണ് ഇത് പ്രസ് മീറ്റിലൊന്നും പറയരുത് എന്നുള്ളതാണോ ഈ റൂളിൽ പറയുന്നത്? അതെ അതെ, കൺസെന്റ്, അതായത് അതിനകത്ത് പറയുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ് എക്സ്പ്രസ്ലി പ്രൊഹിബിറ്റ്സ് ആൻ അഡ്വക്കേറ്റ് ഫ്രം ഗിവിംഗ് പ്രസ് ഇന്റർവ്യൂസ് ഓർ മേക്കിംഗ് പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് പെൻഡിംഗ് മാറ്റേഴ്സ്. അതൊന്നും കൂടെ കേട്ടോളാം. എക്സ്പ്രസ്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഈ കൺസെന്റ് ആയിട്ടുള്ള ഈ അഭിഭാഷകരാണ് ഇത് പ്രസ് മീറ്റിലൊന്നും പറയരുത് എന്നുള്ളതാണോ ഈ റൂളിൽ പറയുന്നത്? അതെ അതെ, കൺസെന്റ്, അതായത് അതിനകത്ത് പറയുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ് എക്സ്പ്രസ്ലി പ്രൊഹിബിറ്റ്സ് ആൻ അഡ്വക്കേറ്റ് ഫ്രം ഗിവിംഗ് പ്രസ് ഇന്റർവ്യൂസ് ഓർ മേക്കിംഗ് പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് പെൻഡിംഗ് മാറ്റേഴ്സ്. ക്ലിയർ ആണ്, പെൻഡിംഗ് മാറ്റേഴ്സ് ആണ്. അപ്പോൾ അതിനകത്തൊരു ഡൗട്ട് വരേണ്ട കാര്യമില്ല. ഈ കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ വിധി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെക്കുറിച്ച് എന്ത് ഡീറ്റെയിലും മീഡിയയോടോ ആർക്ക് ചർച്ചയിലോ പോയിരിക്കുക എല്ലാം പറയാം. പക്ഷെ പെൻഡിങ് ആയിരിക്കുന്ന സമയത്ത്, കേസ് നിലനിൽക്കുന്ന സമയത്ത് സബ്ജുഡൈസ് ആണ്. ഒരിക്കലും അത് പുറത്തേക്ക് ഇത് ചെയ്യാൻ പാടില്ല, ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. വരാൻ പോകുന്ന ഈ ഒരു കേസ്, ഇതിന്റെ വിധികളെല്ലാം വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ യാതൊരു തരത്തിലും പബ്ലിക് കമന്റ്സ് പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പൊ അതിനെ ചട്ടവിരുദ്ധമായി ലംഘിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ആദർശ് ശിവദാസൻ അഡ്വക്കേറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഇനി തുടർ നടപടികൾ നീങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ക്യാമറമാൻ സഞ്ജു. ഒരു കാര്യമുണ്ട്, ഇത് ബാർ കൗൺസിലിൽ ഞാനും അന്വേഷിച്ചിരുന്നു, ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ പറ്റുമെന്ന്. കാരണം എൻ്റെ അമ്മയെ കൊണ്ടൊരു പരാതി കൊടുപ്പിക്കാൻ പറ്റുമോ ഇല്ലെന്ന് ഞാനും അന്വേഷിച്ചിരുന്നു. പോസിബിൾ ആണ്. ചെയ്യാത്തത് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്കറിയാം ഇനിയും വരാൻ കേസുകൾ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റുകൾ സമൂഹത്തിലെ സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ തന്നെയാണ്. അപ്പോൾ ഈ സാമൂഹ്യ ദ്രോഹികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ഈ സ്ത്രീ തീർച്ചയായിട്ടും എനിക്കെതിരെ നിൽക്കും. അടുത്ത ഇതിനകത്ത് എൻ്റെ അമ്മയെ പറ്റി അങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു പോസ്റ്റൽ അഡ്രസ്സിലേക്ക് ഇങ്ങനെ ഒരു വൃത്തികേട് വരികയാണെങ്കിൽ അന്ന് ബാർ കൗൺസിലേക്ക് പോകാമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യവുമുണ്ട്, ഇവർ ചെയ്യുന്ന ഈ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഈ വൃത്തികേടുകൾക്കെതിരെ നമ്മൾ ബാർ കൗൺസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ടർ അടിച്ച് അവർ കളയാൻ പറ്റും.
കാരണം നമുക്ക് നമ്മളെ പ്രതി ചേർത്തുകൊണ്ടുള്ള കേസുകളിൽ അവരാണല്ലോ അറ്റൻഡ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ വൈരാഗ്യമാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് സാധിക്കും. ഏതായാലും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിന് മുൻകൈ എടുത്ത ഈ വക്കീലിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വളരെ നന്ദിയുണ്ട് സർ. നിങ്ങൾ ചെയ്തത് ഒരു ഗ്രേറ്റ് തിങ് ആണ്. ഇതൊരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ വലിയ തകർച്ചയായിരുന്നേനെ. അവരതും ഇതുമൊക്കെ പറയും. അവരുടെ മതസമൂഹത്തിൽ നിന്ന് ബോധമുള്ള ഒരു വ്യക്തി തന്നെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ വളരെ ഗ്രേറ്റ് തിങ് ആണ്. ഇവർ വെറും പടമാണെന്ന് ഒരുപാട് വിഷയങ്ങൾ കൂടെ എനിക്ക് പറയാൻ പറ്റും. ഇവർ പിണറായിയെ പൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു മുൻപ്. അതേപോലെ തന്നെയായിരുന്നു ഇവർ ലുലു മാളിൻ്റെ, അതായത് പിന്നെ യൂസുഫ് അലിയെ എന്തോ ചെയ്ത് വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പെരുമ പറച്ചിലാണ്. പുലി പുലിക്കുട്ടി, ഇതൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ ഒരു ലേബലൊക്കെ. താൻ ഒരു പുലിക്കുട്ടിയാണെന്ന്. അത് എങ്ങനെയാണ് ആ ഒരു ടേമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പുലി കാട്ടിപ്പോയത് അമ്മച്ചി കാട്ടിലോട്ട് പോയതാണോ അതേ കാട്ടിൽ നിന്ന് പുലി അമ്മച്ചിയുടെ അടുത്തോട്ട് വന്നതാണോ എന്ന് അറിയത്തില്ല. പുലിക്കുട്ടി ഉണ്ടായത് എങ്ങനെയാണെന്നും വ്യക്തമല്ല. എനിവേ, നമ്മൾ ഒരുപാടൊന്നും പറയുന്നില്ല. പിന്നെ കുറേ അധികം പേർക്ക് ഒരു സംശയമുണ്ട്. വർഗീയവാദികൾ ഇറങ്ങി നിന്നുകൊണ്ട് പറയണേ വർഗീയ വശങ്ങളെ ആക്രമിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ മനുഷ്യത്വമുള്ള മനുഷ്യരുടെ തോന്നലും ശരിയായ നടപടിയുമാണ്. അത്തരത്തിലുള്ള വർഗീയവാദികൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് തന്നെ ഞാൻ പറയും. ഈ പറഞ്ഞ വർഗീയവാദി തള്ളയ ഒതുക്കാൻ അങ്ങനെയുള്ളവർ വരണം. പിന്നെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട, പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, 32% വരുന്ന അവയർനെസ് ഉള്ള ബുദ്ധിയും ബോധവുമുള്ള ഒരു വിഭാഗം ജനതയെ അടിക്കുമ്പോൾ അവിടെ നിന്നുള്ള എതിർപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫേസ് ചെയ്യേണ്ടി വരും. എന്നും ചത്താ കണ്ണാക്കില്ല. ഏത് രീതിയിലും ആർക്ക് എഗൻസ്റ്റ് എന്തും പറഞ്ഞു കളയാമെന്നൊരു തോന്നൽ ഈ സ്ത്രീക്കുണ്ട്. മാത്രമല്ല ഇവർക്ക് മീഡിയയിലേക്ക് വരാനും അത്യാവശ്യം ഫെയിമിലേക്ക് നിൽക്കാനും വേണ്ടിയിട്ടാണ് ഈ വൾഗാരിസം കൊണ്ട് ഇറങ്ങുന്നതെങ്കിൽ ഇവരെ ഇങ്ങനെ തന്നെയാണ് ഫേസ് ചെയ്യേണ്ടത്. ഏത് ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കണം. ഈ സ്ത്രീക്ക് നല്ല പെടയാ കിട്ടേണ്ടത്. ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്ന സ്ത്രീയാണ് ഇത്. ഞാൻ തന്നെ എൻ്റെ വിഷയം 2 പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ 2 പേർക്കും എനിക്കെതിരെ നിൽക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പണം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് എന്താ കുഴപ്പം? സന്തോഷമല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സന്തോഷമൊന്നുമില്ല. നീതിക്കൊപ്പം നിൽക്കുക എന്നതിനപ്പുറം എനിക്ക് ആരോടും വ്യക്തി വൈരാഗ്യമില്ല. പേഴ്സണൽ ഗ്രേറ്റ് എനിക്ക് ആരോടും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. തട്ടിപ്പുകാരികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ സ്ത്രീക്ക് സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ നല്ല പണിഷ്മെന്റ് ആണ് കിട്ടേണ്ടത്. ഈ ഒരു കാര്യം ചെയ്ത ഈ വക്കീല് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കൊക്കെ അഭിമാനിക്കാം, ആശ്വസിക്കാം. ഇങ്ങനെ പ്രതികരിക്കാൻ നമുക്കിടയിൽ ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഈ യൂണിഫോമിന്റെ കേസ് പറഞ്ഞുകൊണ്ട് ആ സ്കൂളുകാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ സ്ത്രീ. അവർക്ക് ബൂസ്റ്റപ്പ് ചെയ്ത് ഇവര് പ്രതിപക്ഷ നേതാവിന്റെ എന്തോ കൊണാണ്ടറാണല്ലോ, വീഡിയുടെ എന്തോ ആളാണെന്നാ പറയണത്. നമുക്കറിയത്തില്ല എന്ത് കുറ്റിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രോമിസ് അവർ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇവരെ വിശ്വസിക്കുന്നത്. ഇവർക്കൊരു കുന്തോ ഇല്ല എന്നും ഇവർ ചെയ്ത ഏതെങ്കിലും ഒരു കേസ് ഇവർ മര്യാദയ്ക്ക് പാസ്സായിട്ടുണ്ടോ എന്നും കൂടെ ചോദിക്കുക. ഇവർ പിണറായി വിജയനെതിരെ കൊടുത്ത അതും ഫെയിലാണ്, യൂസുഫ് അലിക്കെതിരെ കൊടുത്ത ഫെയിലാണ്, എനിക്കെതിരെ കൊടുത്ത ഫെയിലാണ്. ഇത്രയധികം കേസുകൾ അടിക്കടി ഫെയിലായിട്ടും ആ കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, അതാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം അനാവശ്യമായിട്ട് ഒരു വിഭാഗം ജനതയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്തു കൊടുത്ത ഒരു പ്ലേക്കകത്ത് ഇവർ ഇതിനകത്ത് ഗൂഢാലോചനയിൽ ആളായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ പേരന്റ് ഉണ്ടല്ലോ, ഈ കുട്ടിയുടെ പേരന്റിനെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇത് വിഷയമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എടുത്തു വെച്ച് പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പരസ്പരം സഹകരിച്ചു പോകുന്ന 2 വിഭാഗങ്ങൾ തമ്മിൽ തല്ലാകും. അത് മതസ്പർദ്ധ ഉണ്ടാക്കും, അത് പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്ത് പോകുന്നത്, അല്ലാതെ കഴിയാനിട്ടൊന്നുമല്ല. ചില കാര്യങ്ങൾ നമ്മൾ സംയമനം പാലിക്കണം, അല്ലെങ്കിൽ ഇവിടെ കലാപം ഉണ്ടാകും. ഈ സ്ത്രീക്കെതിരെ 153A പ്രകാരം കേസെടുപ്പിക്കണം. കാരണം ഇവർ 2 വിഭാഗം ജനതകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനുള്ള ടൂളായി നിന്നു കൊടുക്കുക മാത്രമല്ല അതിന് വേണ്ടിയിട്ട് പ്രൊവോക്ക് ചെയ്യുകയും ചെയ്തു, പ്രസ് മീറ്റ് നടത്തി. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നുകിൽ അങ്ങനെ ഒരു കേസ് എടുക്കണം, അല്ലെങ്കിൽ ഇവർ ഇനി മേൽക്കൊണ്ട് ഇതുപോലെ ഇത്തരം വൃത്തികെട്ട സാധനങ്ങൾ കൂടെ പോയി നിൽക്കരുത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുമ്പം നിങ്ങൾക്കത് കുറച്ചുകൂടെ ഞാൻ വിജിലൻ്റായി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ജാമിത എന്ന് പറയുന്ന സ്ത്രീ സമൂഹത്തിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഐഡിയിൽ പ്ലീച്ചർ എന്ന് എഴുതി ചേർത്തിരിക്കുകയാണ്. എന്ത് പ്ലീച്ചർ? അവർക്ക് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് ഒരു ജേർണലിസ്റ്റായ ഞാൻ സെർച്ച് ചെയ്യുന്നു, ആ കാര്യം പബ്ലിക്കിൽ കൊണ്ടു കൊടുക്കുന്നു. അവർ മാരിറ്റൽ സ്റ്റാറ്റസ് ആയിട്ട് പറയണ ഇപ്പോൾ ഉള്ള ആളിനെ അവൾ മാരേജ് ചെയ്തു എന്നാണ്. ഷീ ഈസ് നോട്ട് മാരീഡ്. മറ്റൊരു സ്ത്രീയുടെ പുരുഷനെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതിന് എമ്മണ്ണ പാത്തിയ അമ്മണ്ണ പൂ എന്ന് മനോരമ ഇട്ടിട്ട് ഇറങ്ങി വരുന്ന വീട് ആ സ്ത്രീയുടെ വീടാണ്. ആ സ്ത്രീ താമസിക്കുകയാണ്. ഇവൾ കൊണ്ട് നടക്കുന്ന ആളിന്റെ ഭാര്യ ആ വീട്ടിൽ താമസിക്കുകയാണ്. എന്ത് മെസ്സേജാണ് ഈ സ്ത്രീ പബ്ലിക്കിന് കൊടുക്കുന്നത്? ഈ ഒരു കാര്യം പറഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കാനും ഞാൻ അവളെ വെട്ടാനും കുത്താനും പോയി എന്ന് പറയാനും ഒക്കെ നിൽക്കുന്നത് ഒരു തരം എത്തിക്സും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇത് തന്നെ വളരെ വലിയ എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാനത് അടിക്കടി എടുത്ത് പറയുന്നത്.
ഇവർക്കെതിരെ ശക്തമായി നിലനിൽക്കേണ്ടത് ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്, അതായത് വക്കീലന്മാർ തന്നെയാണ്. കാരണം അവരുടെ ക്രെഡിബിലിറ്റിയാണ് ഈ സ്ത്രീ നശിപ്പിക്കുന്നത്. ഇപ്പം മറ്റൊരാൾ അത് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവരതിന്റെ വരും വരായികൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഒരു സ്കൂളിനെതിരെ ഇത്തരത്തിലൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ സ്കൂളിന്റെ ഇതിനെ ബാധിക്കും, ഡിഗ്നിറ്റിയെ ബാധിക്കും, കുട്ടികൾ കൊഴിഞ്ഞു പോകും, അടുത്ത വർഷം കുഞ്ഞുങ്ങൾ ചേരാതിരിക്കും. 100 കുട്ടികൾ കൂടുതൽ വന്നാൽ സ്കൂളിനല്ലേ ബെനിഫിറ്റ്? അതിന് പകരം ആ സ്കൂളിലെ കുട്ടികൾ പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ആരാണ്? അങ്ങനെ ചെയ്തതിനെ തകർക്കാനും അത് സ്റ്റോപ്പ് ചെയ്യാനും ഇവർ അഡ്വൈസ് അല്ലേ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ വക്കീലന്മാരെ എന്തിനാ വെക്കുന്നേ? നമുക്കൊരു പേഴ്സണൽ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവർ അഡ്വൈസ് അല്ലേ ചെയ്തു തരേണ്ടത്? ബേസിക് തിങ് അവർ അഡ്വൈസ് അല്ലേ കൊടുക്കേണ്ടത്? നിയമോപദേശകൻ, നിയമത്തിനെ കുറിച്ചുള്ള ഉപദേശം നടത്തുന്നവർ എന്നല്ലേ പറയാ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ തകർക്കാനുമുള്ള ടൂളായി നിന്നു എന്നുള്ളത് നിസ്സാര കാര്യമായിട്ടാണോ തോന്നുന്നത്? അത്രയും ക്രിമിനൽ ആയിട്ടൊരു പ്രവൃത്തി നടത്തിയ ഈ സ്ത്രീക്കെതിരെ കർശന നടപടിയുമായിട്ട് ഈ പറയുന്ന ബാർ കൗൺസിൽ മുന്നോട്ട് തന്നെ പോകണമെന്നാണ് പറയാനുള്ളത്. കാരണം മറ്റൊരാൾക്ക് കിട്ടേണ്ട ഒരു ഇത് നശിപ്പിക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് അമിക്കബിളി ഇരുന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെയും ക്രിറ്റിസിസം നടത്തിയിരിക്കുന്നു. ഇവർക്ക് ആരാണ് ഇതിനൊക്കെ അധികാരം കൊടുത്തിരിക്കുന്നത്? അവരൊരു പൗരയായി നിന്നുകൊണ്ട് പറയുന്നതിൽ തർക്കമില്ല കേട്ടോ, അത് നമുക്ക് പറയാം, അവകാശമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇത് നിൽക്കുമ്പോൾ ചെയ്ത തെറ്റിനെ ഒളിച്ചു വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വരെ കളിയാക്കുമ്പോൾ ഇവിടെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് യാതൊരു വാല്യൂ ഇല്ല എന്നല്ലേ സ്ത്രീ പറയുന്നതിന്റെ അർത്ഥം? ഇത്രയും ധാർഷ്ട്യം, ഇത്രയും തൻ്റെ ഇടം ഇവർക്ക് ആര് കൊടുക്കുന്നതാണ്? ഇവരൊരു വക്കീൽ മാത്രമാണെങ്കിൽ ഇങ്ങനെയാവുമോ? ഒരിക്കലുമല്ല. ഇവർക്ക് പിന്നിൽ നല്ല രാഷ്ട്രീയ കക്ഷികളുണ്ട്. അവരുടെ സപ്പോർട്ടോടു കൂടി ഇത് രാഷ്ട്രീയപരമായ ഒന്നാക്കി എടുക്കാനും നാട്ടിൽ കലാപം ഉണ്ടാക്കാനും ശ്രമിച്ച ശ്രമമാണ് ഇത്. ഈ പറയുന്ന ഒരു പ്രൊഫഷനെ അവർ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കേണ്ട ഉത്തരവാദിത്വം ബാർ കൗൺസിൽ തന്നെയാണ്. മറ്റ് പ്രൊഫഷണൽ എത്തിക്സ് നോക്കുന്ന അഭിഭാഷകർ ഇവർക്കെതിരെ കമ്പൽസറി ആയിട്ട് നിൽക്കണമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണെങ്കിൽ തീർന്നു. ഇനി ഇതാ വർഗീയവാദി, ഇതാ കൊണ്ടുവന്ന് തീവ്രവാദി, അതും ഒക്കെ പറയും. ജാമിനെ പോലുള്ള ഒരു സ്ത്രീയെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ ഈ സ്ത്രീയുടെ കപ്പാസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പൊ പിന്നെ പറയരുത് ഞാൻ വർഗീയവാദിയാണെന്ന് ആരും പറയില്ലെന്ന്. വർഗീയവാദികൾക്ക് ഇത്തരം വർഗീയവാദികളെ പ്രൊട്ടക്ട് ചെയ്യാൻ തോന്നുകയുള്ളൂ. ഇവരും വർഗീയമായിട്ടല്ലേ സംസാരിച്ചത്. ഈ പ്രിൻസിപ്പളും ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുകയാണ്. നോക്കൂ നിങ്ങൾ ഞാൻ പറയട്ടെ, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടില്ല. ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാനാണോ വാർത്താക്കാർ അങ്ങോട്ട് പോയത്? മീഡിയ അവർക്കുമുണ്ട് എത്തിക്സ്. അത് മാധ്യമ പ്രവർത്തകർക്കുമുണ്ട് എത്തിക്സ്. അവരും അത് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യണം. അവൾ ചോദിക്കാൻ പറയുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയണം. ഞങ്ങളുടെ വായാണ് നിങ്ങൾ, ഞങ്ങളുടെ വോയിസ് ആണ് നിങ്ങൾ. ഞങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടോ അത് നിങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് അതിന്റെ ഉത്തരം നിങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. അത് പറ്റത്തില്ല. അവൾ ചോദിക്കാൻ പറയുന്ന ചോദ്യം തന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊപ്പം നിന്നുകൊണ്ട് ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ കണ്ടുവരുന്നത്. അവർക്കൊരു പ്രൊഫഷൻ ഉണ്ട്, അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് വിലക്കാണ് കിട്ടേണ്ടത്. ബാർ കൗൺസിൽ ഇവരെ ശക്തമായി വിലക്കുകയാണ് വേണ്ടത്. എൻ്റെ വിഷയവുമായി വരും ദിവസങ്ങളിൽ ഞാൻ മുൻപോട്ട് തന്നെ പോകും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു സീനിയർ സിറ്റിസനെ ഒരു കാരണവുമില്ലാതെ, ഒരു റീസണുമില്ലാതെ അകാരണമായി അപമാനിക്കാൻ ശ്രമിച്ച ഈ സ്ത്രീയുടെ ഈ വൃത്തികേടിനെ പൊതുസമൂഹം തിരിച്ചറിയണം കൊണ്ടാണ് റിപ്പീറ്റഡ്ലി ഞാൻ അത് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.